അപ്പോഴേ ഇന്നത്തെ ചട്ടി ഒഴിക്കൽ സ്പെഷ്യലാണ് കേട്ടോ. ഈസ്റ്ററിൻ്റെ പിറ്റേ ദിവസത്തെ ചട്ടി ഒഴിക്കലാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്നാ ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത്? ഇത് പുളിമാങ്ങ എന്ന് പറയും കേട്ടോ. കടുക് മാങ്ങയല്ല, പുളിമാങ്ങയാണ്. പിന്നെ ഇതാണ് ബീൻസ് തോരൻ വെച്ച്, ഇത്തിരി ബീൻസ് ഇരിപ്പുണ്ടായപ്പോൾ ഞാൻ തോരൻ വെച്ച്. പിന്നെ ഇന്നലത്തെ ചട്ടി ഒടിക്കൽസ് ഇത് വീന്താലുമാണ്. ഇത് ചൂടാക്കി റെഡിയാക്കി എടുത്തു. അതിൻ്റെ കുറച്ച് 3-4 കഷ്ണം കൂടി ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഒരു കരിമീൻ കഷ്ണമുണ്ട്, ഇത്തിരി ചാറും ഉണ്ട് കേട്ടോ. ഇത് നറുക്കിട്ടപ്പോൾ നമ്മുടെ ക്യാമറാമാനാണ് നറുക്ക് വീണത് കേട്ടോ. അപ്പോൾ ക്യാമറാമാന് കൊടുക്കായത്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ കഴിക്കാം. അപ്പോൾ ഞാൻ കഴിക്കുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും. ഈ പുളിമാങ്ങ അതൊരു അടിപൊളി കറിയാണ് കേട്ടോ. വായ്ക്കൊക്കെ രുചിയില്ലെങ്കിൽ ഇതാണ് എൻ്റെ പരിപാടി, പുളിമാങ്ങ ഉണ്ടാക്കലാണ്. പിന്നെ ബീൻസ് തോരൻ വെച്ചതാണ്, നല്ല കിളുന്ത് ബീൻസ് കിട്ടിയിട്ടാ. അപ്പോൾ പൊടിയാക്കി എരിഞ്ഞ് തോരൻ വെച്ച്. പിന്നെ വീന്താല് ചൂടാക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്താ മണം! ഒരു കുഞ്ഞു കഷ്ണം ഞാൻ എടുക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഗ്രേവി ഇത്തിരി വേണം. ഇതിൻ്റെ ഗ്രേവിയാണ് കഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വല്ല പെരുന്നാൾ, ഈസ്റ്ററിനാ, ക്രിസ്മസിനാ, പള്ളിപ്പെരുന്നാളിനൊക്കെ ഈ സാധനം ഉണ്ടാക്കുകയുള്ളൂ. ഈ തീർന്നു കഴിഞ്ഞാൽ ഇനി കിട്ടുന്നത് പള്ളിപ്പെരുന്നാളിനായിരിക്കും കേട്ടോ. അപ്പോൾ കഴിക്കാം. പുളിമാങ്ങ എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ? അടിപൊളിയാണ്. ഞങ്ങൾ വിളിക്കണം പുളിമാങ്ങ എന്നാണ് കേട്ടോ അതിനെ. അവസാനം ഇത്തിരി ചെറുജീരകം പൊടിച്ചത്, ചൂടാക്കി പൊടിച്ചതില്ലേ, അതൊക്കെ ഇട്ടാണ് ഇറക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ബീൻസ് തോരനാണ്. ചെമ്മീൻ ഉണ്ടായില്ല, അത് കാരണമാണ് തോരൻ വെച്ചത് കേട്ടോ. വെറുതെ വെക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ വീന്താലും എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ഇന്ന്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ താറാവിരിപ്പുണ്ട്, അതെടുത്തില്ല. അതൊക്കെ ഇനി ഇത് തീരുമ്പോൾ എടുക്കാം. തീർന്നു, മീൻ തീർന്നു, വീന്താലും ഇത്തിരി കൂടെ ഉള്ളൂ, തീർന്നു. താറാവിന് നാളെ എടുക്കാം. അപ്പോൾ ഞങ്ങളുടെ ചട്ടിവടിക്കൽ സ്പെഷ്യൽ ഇതൊക്കെയാണ്. വീന്താലു, കരിമീൻ്റെ ഒരു കഷ്ണം, പിന്നെ നമ്മുടെ ബീൻസ് തോരൻ വെച്ചത്, പിന്നെ പുളിമാങ്ങ. നിങ്ങളൊക്കെ കഴിച്ചോ? എല്ലാവർക്കും സ്നേഹത്തോടുകൂടി ബായ്.